പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുന്നതിനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് എറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ യേശുവിനോടൊപ്പം ആയിരിക്കുവാനും യേശുവിനെ കണ്ടു പഠിക്കുവാനായിട്ടും യേശു ചെയ്തതുപോലെയൊക്കെ പ്രവർത്തിക്കുവാനായിട്ടും ഒക്കെ തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴത്തിലിറങ്ങി ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാം ഫലവത്തായിട്ടുള്ളതായി തീരും. സ്വർഗരാജ്യത്തിനും സഹോദരങ്ങൾക്കൊക്കെയും ഫലമുള്ളതായി തീരും. അങ്ങനെ മറ്റുള്ളവർക്ക് നല്ല ഫലം കായ്ക്കുന്ന ഒരു ശാഖയായി തീരും. തിരുസഭയോടൊപ്പം നമ്മൾ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയെ വളർത്താം. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതവും ഒക്കെയും ഇതിന് അനിവാര്യമാണ്. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.